കീം റാങ്ക് പട്ടിക റദ്ദാക്കിയ നടപടിയിൽ സർക്കാരിനെതിരെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. പുതിയ മാർക്ക് ഏകീകരണ ഫോർമുല സ്റ്റാൻഡർഡൈസേഷൻ റിവ്യൂ കമ്മിറ്റി ശുപാർശ ചെയ്തിട്ടില്ല. റേഷ്യോ മാറ്റം കമ്മിറ്റി നിർദ്ദേശിച്ചിട്ടില്ല. പ്രോസ്പെക്ടസ് പരിഷ്കരണ വിദഗ്ധ സമിതിയുടെ ശുപാർശയ്ക്ക് വിരുദ്ധമെന്നും ഡിവിഷൻ ബെഞ്ച്. അഹമ്മദ് മുജ്തബ വിശദാംശങ്ങൾ നൽകും. മുജ്തബ, ഇത് കഴിഞ്ഞ ദിവസം ഡിവിഷൻ ബെഞ്ച് നടത്തിയ ഉത്തരവിന്റെ വിശദാംശങ്ങൾ പുറത്തു വരികയാണോ? തീർച്ചയായും സൈഫുദ്ദീൻ, കഴിഞ്ഞ ദിവസം നമ്മൾ ഈ സ്റ്റേറ്റിന്റെ അപ്പീലിനെതിരെ ഡിവിഷൻ ബെഞ്ച് ഉന്നയിച്ച ചില വിമർശനങ്ങളും അതോടൊപ്പം തന്നെ ആ ഹർജി തള്ളാനുണ്ടായ സാഹചര്യമൊക്കെ വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്തിരുന്നു. ഇന്നിപ്പോൾ അതിന്റെ ഓർഡർ ലഭ്യമായിരിക്കുന്നു. ആ ഓർഡറിനകത്താണ് സംസ്ഥാനം ഏറ്റവും പ്രധാനമായി വാദിച്ചിരുന്നത് ഈ പുതിയ ഫോർമുല ഏകീകരണം, മാർക്ക് ഏകീകരണ ഫോർമുല തയ്യാറാക്കിയത് തന്നെ വിദഗ്ധ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു എന്നാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമർശനം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉന്നയിക്കുന്നത് കുറേയധികം കാരണങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സംസ്ഥാനം ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്ന ഒരു കാര്യം, ഇതൊരു ഏകപക്ഷീയമായ തീരുമാനമായിരുന്നില്ല, മറിച്ച് ഈ സ്റ്റേറ്റ് വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ CBSE വിദ്യാർത്ഥികളും തമ്മിലുള്ള അന്തരം ഇല്ലാതാക്കാൻ വിദഗ്ധ കമ്മിറ്റി നിർദ്ദേശിച്ച ചില ശുപാർശകളുടെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു ഈ മാറ്റം എന്നുള്ളതാണ്. പക്ഷേ അത് അക്ഷരാർത്ഥത്തിൽ ഇല്ലാത്ത ഒരു സാധനമാണെന്നാണ് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് 5:3:2 കണക്കിന് 5ഉം ഫിസിക്സിന് 3ഉം കെമിസ്ട്രിക്ക് 2ഉം ഈ ഫോർമുലയായിരുന്നു സർക്കാർ പുതുതായി അവലംബിച്ചത്. നേരത്തെ അത് 1:1:1 എന്നായിരുന്നു മാർക്ക് ഫോർമുല. ആ റേഷ്യോ മാറ്റം സംബന്ധിച്ച് ഒരു തരത്തിലുള്ള നിർദ്ദേശവും ഈ വിദഗ്ധ കമ്മിറ്റിയുടെ സ്റ്റാൻഡർഡൈസേഷൻ റിവ്യൂ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ ഇല്ല എന്നൊരു കാര്യം കൂടി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുന്നു. മാത്രമല്ല, ഒരാൾ അഡ്മിഷൻ ഈ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടത് തന്നെ ഒരുപക്ഷെ അയാൾക്ക് പൂർണ്ണമായും ഈ അഡ്മിഷന് സാധ്യതയുണ്ട് എന്ന് പൂർണ്ണമായും പറയാൻ കഴിയില്ല. എന്തായാലും അവകാശങ്ങളുടെ ലംഘനമാണ്. ഒരാൾക്ക് ഇത് ചോദ്യം ചെയ്യാൻ പോലുള്ള അവസരം പോലും ലഭ്യമാക്കിയിട്ടില്ല. അതിനു മുമ്പ് തന്നെ റിസൾട്ട് വരുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഇത് മാറ്റി. അങ്ങനെ നിരവധിയായ വിമർശനങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങൾ തന്നെയാണ്. പക്ഷേ ആ ഓർഡറിന്റെ വിശദാംശങ്ങൾ കൂടി ലഭ്യമാവുകയാണ് ഇപ്പോൾ.